ഹാപ്പി ഓണം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് പഴം നുറുക്കാണ്. ഇത് ഏത്തപ്പഴം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നേന്ത്രപ്പഴം ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇത് നമുക്ക് 4 മണി പലഹാരമായിട്ടും ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഒക്കെ ഉപയോഗിക്കാം. ഇത് കോമൺ ആയിട്ടുള്ള ഒരു ഓണത്തിന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു പലഹാരമൊന്നും അല്ല കേട്ടോ. ഇത് പണ്ട് കാലത്ത് തറവാടുകളിലൊക്കെയാണ് എന്തെന്ന് പഴം നുറുക്കുന്ന സംഭവം ഉണ്ടാക്കുന്നത് കേട്ടോ. ട്രഡീഷണൽ ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഇതിനാകെ 2 ചേരുവകൾ മാത്രം മതി. പഴവും ശർക്കരയും മാത്രം മതി കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു ഇത് വടക്കോട്ടേക്കാണ്, കേരളത്തിൻ്റെ വടക്കോട്ടേക്കാണ് ഇത് കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ മലപ്പുറത്താണെങ്കിലും ഇതിൻ്റെ ഒരു വേറെ രീതിയിൽ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അത് ഒരു പാത്രത്തിൽ ഇച്ചിരി വെള്ളം എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു വാഴയില വെക്കും. വാഴയില വെച്ചിട്ട് ഈ പഴം നുറുക്കി വെച്ചിട്ട് അതിലേക്കൊരു 2-3 ശർക്കരയുടെ അച്ച് ഇട്ട് കൊടുക്കും. നമ്മൾ പീസായിട്ടുള്ള കിട്ടുന്ന ശർക്കര ഉണ്ടല്ലോ, അത് ഇട്ട് വെച്ചിട്ട് അതിനെ ഒന്ന് പുഴുങ്ങിയെടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ ആ മെത്തഡ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് ഈ പഴം നുറുക്കുന്നത്. അപ്പം ഞാനും അത് ഒന്ന് ഉണ്ടാക്കി നോക്കി. അപ്പോൾ ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് നമ്മൾ കുട്ടികൾക്കൊക്കെ നെയ്യിൽ പഴം വിളയിച്ച് കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതിൽ നമ്മൾ പഞ്ചസാര ഇട്ടിട്ടാണ് കൊടുക്കുന്നത്. അതേ ഒരു മെത്തേഡ് തന്നെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. എന്തായാലും കൊള്ളാം, കഴിക്കാൻ പപ്പടമൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വിഭവമാണ്. നമ്മൾ ഹെൽത്തിയാണ്. പിന്നെ എന്താ പറയുക, രാവിലെയൊക്കെ ഓണത്തിൻ്റെ സമയത്തൊക്കെ നമ്മൾ ഓടിച്ചാടിയൊക്കെ പണിയെടുക്കുമ്പോഴത്തേക്ക് കുറച്ച് എനർജിയൊക്കെ കിട്ടാനൊക്കെ നല്ലതാട്ടോ പഴമൊക്കെ കഴിക്കുന്നത്. ഇതൊന്നും ഉണ്ടാക്കി നോക്കിയാലോ ഫ്രണ്ട്സ്. എൻ്റെ പേര് രഞ്ജിഷ മുരളി. എല്ലാവർക്കും സിനിസാല കിച്ചണിലേക്ക് സ്വാഗതം. ഇതുണ്ടാക്കാൻ വേണ്ടി ഞാൻ 3 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. പഴം എടുക്കുമ്പോൾ ഒരുപാട് പഴുക്കാൻ പാടില്ല. ഇച്ചിരി ഒരു പച്ചപ്പൊക്കെയുള്ള ഇതുപോലെ മഞ്ഞ കളർ ഫുള്ളായിട്ടുള്ള പഴം തന്നെ എടുക്കാൻ നോക്കാം കേട്ടോ. ഒരുപാട് പഴുക്കാതെ, ഒരുപാട് പഴുത്ത് കഴിഞ്ഞാലേ നമ്മൾ വെന്ത് കഴിയുമ്പോഴത്തേക്ക് അത് ഉടഞ്ഞു പോകും. അപ്പോൾ ആദ്യമേ തന്നെ ഇതിൻ്റെ ഏത്തപ്പഴത്തിൻ്റെ മോൾ വശവും അടിവശവും ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഇതിനെ ഇതിങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഇതിനെ ഞാൻ 3ആയിട്ടാണ് മുറിക്കുന്നത്. അപ്പോൾ 3ആയിട്ടോ 2ആയിട്ടോ അതല്ല, കൂടുതൽ ചെറിയ പീസസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും മുറിക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ 3 പീസായിട്ട് മുറിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്റ്റീമറിൽ വെച്ചിട്ടോ ഒന്ന് പുഴുങ്ങിയെടുക്കാം. അപ്പം ഞാൻ ഇഡ്ഡലി പാത്രത്തിലാണ് പുഴുങ്ങുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന ആ ഏത്തപ്പഴം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് പുഴുങ്ങിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് ശർക്കരപ്പാനി വേണം. അതിനായിട്ടൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ശർക്കര ചീകി എടുത്തതാണ്. അതൊരു 1/2 കപ്പ് ഉണ്ട് കേട്ടോ. 1/2 കപ്പ് വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കാം. ഇത് വെള്ളത്തിലൊന്ന് അലിയിച്ചെടുക്കാം കേട്ടോ. ഇതൊന്ന് അലിഞ്ഞാൽ മാത്രം മതി. അപ്പോൾ ശർക്കര ചേർക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർത്തേച്ചാൽ മതി കേട്ടോ. ഒരുപാട് ശർക്കരയൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. എല്ലാവർക്കും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നമുക്കിവിടെ ഒരുപാട് മധുരമൊക്കെ ആയി കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ അതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. പഴത്തിൻ്റെ തൊലി നമ്മൾ വരഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ ഒന്ന് പൊളന്നു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വെന്ത് വരുമ്പോഴാണ് അങ്ങനെ ആകുന്നത്. പിന്നെ ഇതുപോലെ ഒന്ന് കുത്തി നോക്കാം. ഇത് പെട്ടെന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഇത് ഒരുപാട് അങ്ങോട്ട് വെന്തൊന്നും പോകണ്ട. അപ്പോൾ ഈ ഒരു പരുവം മതി. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. പുഴുങ്ങിയ ഏത്തപ്പഴത്തിൻ്റെ ചൂടൊന്ന് ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ തൊലി കളയാം. ഇതിന് തൊലിയുടെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ തൊലി ഇങ്ങനെ മാറ്റാം. ചില ആൾക്കാരൊക്കെ ഇത് ഏത്തപ്പഴം വെള്ളം ഒഴിച്ചിട്ടാണ് വേവിക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്കത് അത്ര വലിയ സുഖമായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. എന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഒരു ഏത്തപ്പഴം പുഴുങ്ങുന്നത് അങ്ങനെ വെള്ളത്തിൽ കിടന്ന് പുഴുങ്ങുന്നതും ഈ ആവിയിൽ കിടന്ന് പുഴുങ്ങുന്നതിൻ്റെ ടേസ്റ്റ് രണ്ടാട്ടോ. അപ്പോൾ എനിക്ക് കൂടുതലും ടേസ്റ്റായിട്ട് തോന്നിയേക്കുന്നത് ആവിയിൽ കിടന്ന് പുഴുങ്ങുന്നതിൻ്റെ തന്നെയാണ്. പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്നും ഉണ്ടാക്കി നോക്കാം. ഇനി ഒരു പാത്രം ചൂടാക്കാൻ വെക്കാം കേട്ടോ. അതിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. നെയ്യ് ചൂടായി കഴിയുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ പഴം ആ നെയ്യിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൽ ഞാൻ ചേർത്തേക്കുന്നതിൽ ഒരു പഴം ഇച്ചിരി പഴുത്തതായിരുന്നേ. അപ്പം അതിൻ്റെ ടെക്സ്ചർ ഉണ്ട് ഇതേപോലെ ഇരിക്കുന്നത്. പക്ഷേ 2 കുഴപ്പമൊന്നുമില്ലായിരുന്നു. നല്ല ഒരു പച്ച ആയിട്ടുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ നല്ല സുന്ദരിയായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ നേരം ഈ നെയ്യിൽ ഇതുപോലെ ഇങ്ങനെ ഒന്ന് വരട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പഴമൊക്കെ ഒന്ന് ഇതായിട്ട് വരുന്നുണ്ട് കേട്ടോ, മുരിഞ്ഞ് വരുന്നുണ്ട്.
ഇതിലേക്ക് ശർക്കര ഉരുക്കി വെച്ചേക്കണം ചേർക്കാം. ഇതിന് മധുരം അധികം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർക്കാം കേട്ടോ. അപ്പോൾ 1 കപ്പ് വരെയൊക്കെ ശർക്കര ചേർക്കാം. നമുക്കിവിടെ മധുരം അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ 1/2 കപ്പ് മാത്രം ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്നത് വറ്റി വരണം. ഇത് കിടന്നിട്ട് പഴം എന്തായാലും ഇനി വേഗത്തില്ല. നമ്മൾ ആദ്യമേ നെയ്യിലൊക്കെ ഇട്ടിട്ട് ഒന്ന് വരട്ടിയെടുത്തല്ലോ, അതുകൊണ്ട് ഇനി ഇത് കുഴഞ്ഞൊന്നും പോകത്തൊന്നുമില്ല കേട്ടോ. ഇതിങ്ങനെ കിടക്കട്ടെ. എന്നിട്ട് ഈ ശർക്കരപ്പാനിയൊക്കെ ഒന്ന് വറ്റി വരണം. ഈ ശർക്കരയിലെ വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് തേങ്ങയാണ് കേട്ടോ. അപ്പോൾ ചിലവർ തേങ്ങാപ്പാൽ ഒഴിക്കും. അപ്പോൾ ഞാനിപ്പോൾ തേങ്ങയാണ് ചേർക്കുന്നത് കേട്ടോ. തേങ്ങാപ്പാലിനേക്കാളും കുറച്ചുകൂടെ നന്നായിട്ട് തോന്നിയത് തേങ്ങയാണ്. 5 ഏലക്ക പൊടിച്ചതാണ്. അതിൻ്റെ കുരു മാത്രമേ എടുത്തിട്ടുള്ളൂ, തൊലി എടുത്തിട്ടില്ല. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കാം. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ. ഇച്ചിരി ഗ്രേവി വേണം കേട്ടോ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. ഫുൾ അങ്ങോട്ട് വറ്റിക്കരുത്. നമ്മുടെ പഴനുറുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതേപോലെയാണ് ഇരിക്കുന്നത്. ഇത് നമുക്ക് ഇലയിലേക്ക് വിളമ്പാം കേട്ടോ. ഇത് പപ്പടത്തിൻ്റെ കൂടെയാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടി കുഴച്ചിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പഴനുറുക്ക് കണ്ടില്ലേ? അപ്പോൾ ഉണ്ടാക്കി നോക്കൂട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം വേണ്ടി കമൻറ്റ് ബോക്സിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.